ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ 2025 മോഡൽ എക്സാം 2025 മോഡൽ എക്സാമിലെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീ ഡിസ്കഷനാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോൻ്റെ താഴെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള മോഡൽ എക്സാം ഉള്ളത്. പൊതുവേ ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോവാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്ന ഒരു ചാനലാണ്. ഓൾറെഡി ഇതിൽ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് യൂസ്ഫുൾ ആണെന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെ, ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്ന ഇങ്ങനെയാണ്: ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാം അല്ലെ. എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. ടോക്കൻസ്, ഇതൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത സാധനങ്ങളാണ്, എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതുപോലെ തന്നെ ജാവാ സ്ക്രിപ്റ്റിൽ എന്തൊക്കെ ഡാറ്റ ടൈപ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്പർ, സ്ട്രിങ്, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ജാവാ സ്ക്രിപ്റ്റിലുള്ള ഡാറ്റ ടൈപ്പിന്റെ പേര് വേറൊന്നുമല്ല, അത് ബൂളിയൻ ആണ്, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. മക്കളെ, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അല്ലെ, വേർഡ് പ്രസ്സും ജൂംലയും ഡ്രൂപ്പാലും ഇത് മൂന്നും കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണെന്ന് നമുക്കറിയാം അല്ലെ. ഇതിൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തത് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ ഏതാണ്? ഫയൽസ് ഇല്ലയാണ്. കാരണം ഫയൽസ് ഇല്ല എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് ഫയൽസ് ഇല്ലയാണ്. നിങ്ങൾ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിനെ വളരെ സിമ്പിൾ ആയിട്ട് കാണണ്ട. മോഡൽ എക്സാമിന് ചോദിച്ചില്ലേ അപ്പൊ ഇനി അത് പബ്ലിക്കിന് ചോദിക്കില്ല എന്ന് വിചാരിക്കേണ്ട. കാരണം മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, പബ്ലിക് എക്സാമിന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എങ്ങനെ, ഏത് സെക്ഷനിലാണെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആദ്യം മനസ്സിലാക്കുക. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു 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 ഇതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ: കാൻഡിഡേറ്റ് കീ നോട്ട് എ പ്രൈമറി കീ അല്ലെ. പ്രൈമറി കീ അല്ലാത്ത കാൻഡിഡേറ്റ് കീനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരെന്തായിരുന്നു? അത് ഓൾട്ടർനേറ്റ് കീ എന്നായിരുന്നു അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് മക്കളെ? ഓൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നതാണ്. ഏത് കീവേഡ് ആണ് സെലക്ട് കമാൻഡിന്റെ കൂടെ ഉപയോഗിക്കുന്നത്? ടു എലിമിനേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ്. ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യെസ് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന കീവേഡ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക അല്ലെ. അപ്പൊ ഇതിൽ അതാ അടുത്ത ചോദ്യം: ഓപ്പൺ സോഴ്സ് ERP പാക്കേജ് ഏതാ? യെസ്, ഒഡു എന്ന് പറയുന്നതാണ്. ഇതാണ് ഈ ഓ എന്ന് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഒറാക്കിൾ അല്ല, ഒറാക്കിളും കാര്യങ്ങളൊന്നും അല്ല. SAP അതുപോലെ തന്നെ ടാലി, ERP പോലത്തെ സോഫ്റ്റ്വെയർസ് അല്ല. ഒഡു എന്ന് പറയുന്നതാണ് ഓപ്പൺ സോഴ്സ് ERP പാക്കേജ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആദ്യത്തെ പാർട്ടിൽ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ പാർട്ട് 2ലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ ഇത് വളരെ എക്സ്പെക്റ്റഡ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ പബ്ലിക് എക്സാമിന് ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡ് എം എന്ന് പറയുന്ന ഒരു അറേ, അതിന്റെ സൈസ് ഒന്നും തന്നിട്ടില്ല, അതൊന്നും വിഷയമല്ല. അതിൽ നമുക്ക് 3 എലമെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഈ 13 എവിടെയാണ് ഉണ്ടാവുക? സീറോയിലാണ് അല്ലെ. ഇൻഡെക്സ് സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 0th ഇൻഡെക്സിലാണ് 13 ഉണ്ടാവുക, ഫസ്റ്റിലാണ് ഇത് ഉണ്ടാവുക, 2ലാണ്, സെക്കൻഡ് ഇൻഡെക്സിലാണ് 25 ഉണ്ടാവുക അല്ലെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് ഫോർ എം ഓഫ് 0? എമ്മിന്റെ സീറോയിൽ എന്താ? സീറോയിൽ 13 ആണ്. അപ്പൊ എം ഓഫ് 0 എന്ന് സി ഔട്ട് ചെയ്താൽ ഔട്ട്പുട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 13 ആയിരിക്കും അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എം ഓഫ് 1ന്റെ കൂടെ 2 കൂട്ടി എന്താ കിട്ടുക എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? എം ഓഫ് 1ന്റെ കൂടെ 2 കൂട്ടിയാൽ എം ഓഫ് 1 എന്താ? എമ്മിന്റെ 1ൽ 20 അല്ലേ ഉള്ളത് അല്ലെ. 20ന്റെ കൂടെ എത്ര കൂട്ടേണ്ടത്? 2. 20 + 2 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര വരിക? 22 അല്ലെ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 22. കാരണം ഇതെല്ലാം ഔട്ട്പുട്ട് ഫോർ എന്ന് ചോദിക്കാൻ കാരണം എല്ലാം നമ്മൾ സി ഔട്ട് വെച്ചിട്ടാണ് കൊടുത്തത്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? 22 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം, എട്ടാമത്തത്: ഏതെങ്കിലും 4 സ്ട്രിംഗ് ഫംഗ്ഷൻസ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രിംഗ് ഫംഗ്ഷൻസ് C++ൽ. ഇത് ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തു എന്ന് മാത്രം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമ്മൾ പറയുന്ന ഇത്രയും സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഉണ്ട് അല്ലെ. ഞാനിവിടെ ഒരു 5 സ്ട്രിംഗ് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും 4 എണ്ണത്തിന്റെ പേര് എഴുതിയാൽ മാത്രം മതി. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. strlen, strcpy, strcat, strcmp, strcmpi, ഇത്രയും ഫംഗ്ഷൻസിന്റെ പേര് മാത്രം, ജസ്റ്റ് ഏതെങ്കിലും 4 എണ്ണത്തിന്റെ പേര് മാത്രം എഴുതിയാൽ മതി. ഓരോന്ന് എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ഒരുപക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുക
STRLE എന്ന് പറയുന്ന ഫംഗ്ഷന്റെ യൂസ് എന്താണെന്നുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് എന്നുള്ള രീതിയിൽ. ഓക്കെ അല്ലേ? അപ്പോൾ അതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ 9ാമത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എം ടി ടാഗും കണ്ടെയ്നർ ടാഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്കറിയാം കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ളതെന്ന് എഴുതുക. അതേപോലെ തന്നെ എം ടി ടാഗ് എന്ന് പറയുമ്പോൾ അതിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, റിക്വയർസ് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള എഴുതുക. ഇനിയിപ്പോൾ ജസ്റ്റ് അല്ലെ വിത്ത് എക്സാമ്പിൾ ഈച്ച് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. എക്സാമ്പിൾ എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് കുറയും. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇതിന് എക്സാമ്പിൾ ആയിട്ട് HTML ടാഗ് എഴുതി, പിന്നെ നമുക്ക് ഹെഡ് എഴുതാം, ബോഡി ടാഗ് എഴുതാം, അതിനൊക്കെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും വേണം. എന്നാൽ എം ടി ടാഗിന് എക്സാമ്പിൾ ഏതെങ്കിലും ഒന്നെങ്കിലും എഴുതിയാൽ മതി. ഞാൻ BR എഴുതി, IMG HR ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. ജസ്റ്റ് ക്ലോസിങ് മാത്രമേ ഇതിനൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അതാണ് എം ടി ടാഗിന്റെ പ്രത്യേകത. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിഫറൻസും പിന്നെ ഒരു എക്സാമ്പിൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 2 മാർക്ക് കിട്ടും, ഒരു സംശയവും ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താ? 4 ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. എഗെയിൻ റൈറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പം എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്? BG കളർ, ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ, പിന്നെയുണ്ട് A ലിങ്ക്, V ലിങ്ക് എന്നെല്ലാം പറഞ്ഞിട്ട് അല്ലെ, അങ്ങനെയുള്ള ആട്രിബ്യൂട്ടുകൾ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 4 എണ്ണത്തിന്റെ പേര് എഴുതിയാൽ മാത്രം മതി. എക്സ്പ്ലനേഷനോ എക്സാമ്പിളോ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ഇതൊരു 2 മാർക്കിന്റെ ചോദ്യമാണ്. പക്ഷെ ഞാനിവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കാരണം ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങളോട് ഫൈനൽ എക്സാമിന് ചിലപ്പോൾ ഒരു 3 മാർക്കിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ആ യൂസ്. അതായത് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊടുക്കാനാണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിന്റെ കളർ സെറ്റ് ചെയ്യാനാണ് അല്ലെ. അങ്ങനെയുള്ള ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് യൂസ്ഫുൾ ആവും. ഓക്കെ, പക്ഷേ ഇവിടെ ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. വെറുതെ പരത്തി എന്ത് ചെയ്യരുത്, എഴുതരുത്, ആവശ്യത്തിന് മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ നെയിം ആൻഡ് യൂസ് ഓഫ് എനി ടു അസോസിയേറ്റഡ് ടാഗ്സ് ഓഫ് ടേബിൾ ടാഗ്. യെസ്, ഇവിടെ ചോദ്യം ശരിക്കും വായിക്കാം. ടേബിൾ ടാഗിന്റെ the name and use of any two associated tags of table tag ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആട്രിബ്യൂട്ട്സ് അല്ല ചോദിച്ചത്, അത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിവിടെ ആട്രിബ്യൂട്ട്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയല്ല നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേണ്ടത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ചോദ്യം ശരിക്കും നിങ്ങൾ വായിക്കണം. ചോദ്യം വായിക്കണം എന്ന് പറയാൻ കാരണം ടേബിൾ ടാഗിന്റെ കൂടെ ഉപയോഗിക്കുന്ന ടാഗുകളുടെ പേരും യൂസും ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ടേബിൾ ടാഗിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ടാഗ് ഏതാണ്? TR. രണ്ടാമത്തെ ടാഗ് ഏതാണ്? TH. മൂന്നാമത്തെ ടാഗ് ഏതാണ്? TD. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ ചെയ്തേണ്ടത്. ഓരോ ടാഗും അതിന്റെ യൂസും അല്ലെ. ഈ TR, TH, TD എന്ന് മാത്രം എഴുതിയാൽ പോരാ, ഇതിന്റെ യൂസ് എഴുതണം കേട്ടോ. ഈ TR ടാഗിന്റെ യൂസ് എന്താ? ടു ക്രിയേറ്റ് റോസ് അല്ലെ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ടു ക്രിയേറ്റ് ഈച്ച് ആൻഡ് എവരി റോ അല്ലെ. ഓരോ റോസ്, നമ്മുടെ ടേബിളിന്റെ ഓരോ റോം ആഡ് ചെയ്യാനാണ് TR. എന്തിനാ TH ഉപയോഗിക്കുന്നത്? ഹെഡിങ് സെല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ടു ഡിഫൈൻ ഹെഡിങ് സെൽസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാം. TD എന്തിനാ ഉപയോഗിക്കുന്നത്? ഡാറ്റ സെല്ലുകൾ ഡിഫൈൻ ചെയ്യാനാണ്. ടു ഡിഫൈൻ ഡാറ്റ സെൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷൻ എഴുതാം. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ വരിക കേട്ടോ. നെയിം ആൻഡ് യൂസ് ഓഫ് അസോസിയേറ്റഡ് ടാഗ്. ഏതെങ്കിലും 2 മതി. നമ്മൾ 3 പഠിക്കുന്നുണ്ട്, ഇതിൽ ഏതെങ്കിലും 2 മതി. 1, 2, 3 ഇതിൽ ഏതെങ്കിലും 2 ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ടേബിൾ ടാഗിന്റെ ആട്രിബ്യൂട്ട് അല്ല വേണ്ടത്, ടേബിൾ ടാഗിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ടാഗുകളുടെ പേരും യൂസും ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാ HTML സ്റ്റേറ്റ്മെന്റ് ടു ഡിവൈഡ് ദ ബ്രൗസർ വിൻഡോ ഇൻടു 2 സെക്ഷൻസ്. 2 സെക്ഷൻ ആയിട്ട് ബ്രൗസർ വിൻഡോനെ ഡിവൈഡ് ചെയ്യാനുള്ള കോഡ് ചോദിച്ചാലോ? അതെ, നമ്മൾ ഫ്രെയിം സെറ്റ് ടാഗ് ആണ് അതിന് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ഫ്രെയിം സെറ്റ് ടാഗ്, അപ്പൊ 2 സെക്ഷൻ ആയിട്ട് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഹൊറിസോണ്ടലി എന്ന്. ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രൗസർ വിൻഡോ ഇതാണെങ്കിൽ ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അല്ലാതെ നമ്മളെ ബ്രൗസർ വിൻഡോനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന കാര്യമല്ല ഇവർ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതാ? ഈ രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറെ സെക്ഷൻസ് ഒന്നും ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 സെക്ഷൻസ് ആയിട്ട് മാത്രമേ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെ. 2 സെക്ഷൻസ്. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ ചോദിച്ചിട്ട് പറയുന്നുണ്ട് 2 സെക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ ബ്രൗസർ വിൻഡോ എന്നുണ്ടെങ്കിൽ 2 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇൻ ദ റേഷ്യോ 70:30. അതായത് ആദ്യത്തെ സെക്ഷന് ഒരു 70% ഹൈറ്റ് വേണം, ബാക്കിയുള്ളതിന് 30. അപ്പൊ എങ്ങനെയാ 2 സെക്ഷൻ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഫ്രെയിം സെറ്റ് റോസ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, റോസ് ഈക്വൽ ടു 70% അല്ലെ. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 70 ആണ്. അപ്പൊ ആദ്യത്തതിന് 70% ഹൈറ്റ്, രണ്ടാമത്തേന് 30%. അപ്പോൾ അത് കോമേട്ടിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ. എന്നിട്ട് ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഫ്രെയിം SRC ഈക്വൽ ടു frame1.html, ഫ്രെയിം SRC ഈക്വൽ ടു frame2.html അല്ലെ. ഇതിൻ്റെ ഉള്ളിൽ ഓരോരോ ഫ്രെയിംസ് ആഡ് ചെയ്യാനുള്ള കോഡും കൂടിയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, നിങ്ങൾ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ,
ഈ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പക്ഷേ മാർക്ക് കിട്ടും. പക്ഷെ അതും കൂടെ എഴുതുന്നതാണ് നല്ലത്. കാരണം ക്വസ്റ്റ്യനിൽ ഇവിടെ ജസ്റ്റ് ഹൊറിസോണ്ടലി 2 പാർട്ട് 70:30 ആക്കി ഡിവൈഡ് ചെയ്യാനേ പറയുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. ഇതിലേക്ക് ഇങ്ങനെ ഫ്രെയിംസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിം ഫസ്റ്റത്തെ ഫ്രെയിമിന്റെ SRC കൊടുക്കുക, ഫ്രെയിം രണ്ടാമത്തെ ഫ്രെയിമിന്റെ SRC കൊടുക്കുക. ഓക്കെ, ആ രീതിയിലാണ്. ഓക്കെ, സോ ഫ്രെയിം ടാഗ് വെച്ചിട്ടാണ് ഓരോ ഫ്രെയിമുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ചോദ്യം ഏതാ? ഇത് അഗെയിൻ 2 മാർക്കിന്റെ ചോദ്യമാണ്. എക്സ്പ്ലെയിൻ എനി ടു ഡാറ്റ ടൈപ്സ് എന്നാ ചോദിച്ചത്. എക്സ്പ്ലെയിൻ എനി ടു ഡാറ്റ ടൈപ്സ്. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം ഏതെങ്കിലും 2. അപ്പോൾ നമ്പറും സ്ട്രിങ്ങും ബൂളിയനും ആണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഡാറ്റ ടൈപ്സ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്പേഴ്സ് ആണ്, എല്ലാ നമ്പേഴ്സും വരും. അതിനൊരു എക്സാമ്പിൾ. സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് വിത്തിൻ ഡബിൾ കോഡ്സ് ആണ്, അതിനൊരു എക്സാമ്പിൾ. അതുപോലെ തന്നെ ബൂളിയൻ എന്ന് പറയുമ്പോൾ 2 വാല്യൂസേ വരുള്ളൂ, ട്രൂ ഫോൾസ്. ഓക്കെ, സോ ഈ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഏതെങ്കിലും 2 മതി, 3 ആവശ്യമില്ല, ഏതെങ്കിലും 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യൂസേഴ്സ് ഓഫ് ഡാറ്റാബേസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചില്ല, ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാനേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, സോഫിസ്റ്റിക്കേറ്റഡ് യൂസർ, നേവ് യൂസർ, അല്ലെ, ഇങ്ങനെ 4 യൂസേഴ്സ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബേസ്ഡ് ഓൺ റിലേഷൻസ് ഗിവൺ ഫൈൻഡ് ദ റിസൾട്ട് ഓഫ് ദ ഫോളോയിങ് റിലേഷണൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ. മക്കളെ, നമുക്ക് 2 റിലേഷൻ തന്നിട്ടുണ്ട്, അതായത് 2 ടേബിൾ തന്നിട്ടുണ്ട്. ആർട്സ് എന്ന് പറയുന്ന ടേബിളാണിത്, സ്പോർട്സ് എന്ന് പറയുന്ന ടേബിളാണിത്. ഇവർ ചോദിക്കുക നമ്മളോട് ആർട്സ് ഇന്റർസെക്ഷൻ സ്പോർട്സിന്റെ റിസൾട്ട് എന്താ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് 2ലും കോമൺ ആയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ്, ഉണ്ട് അല്ലേ. അനു എന്ന് പറയുന്ന ആൾ ഇവിടെയും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട് അല്ലേ. ക്ലാസ് സെയിം അല്ലേ, അനു S2. അപ്പോൾ 2ന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 2ലും കോമൺ ആയിട്ട് ആര് വരും? അനു വരും അല്ലേ, അനു. ഓക്കെ, അപ്പോൾ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാ വരിക? ആർട്സ് ഇന്റർസെക്ഷൻ സ്പോർട്സ് എന്ന് പറയുമ്പോൾ അനുവിന്റെ ക്ലാസ് എത്രയാ? S2 അല്ലെ. അനു മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്റർസെക്ഷനിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? അനു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊരു ടേബിൾ ആണല്ലോ. അപ്പൊ ഇവർ തന്ന കോളംസ് ഒക്കെ ഇവിടെ കൊടുക്കുക. എന്തൊക്കെയാ കോളംസ് ഇവർ തന്നത്? നെയിം. ഓക്കെ, നെയിം ആണ്, നെയിം. അതുപോലെ തന്നെ പിന്നെന്താ? ക്ലാസ് അല്ലെ. അപ്പൊ ഇങ്ങനെയായിരിക്കും ആൻസർ വരിക. ക്വസ്റ്റ്യന്റെ ആൻസർ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഇങ്ങനെയാണ് വരിക. നെയിം, ക്ലാസ്, അതിൽ അനു മാത്രമേ ഉള്ളൂ. അനുവിന്റെ ക്ലാസ് S2 ആണ്. രണ്ടാമത്തെ ആർട്സ് മൈനസ് സ്പോർട്സ് എന്താ വരിക? ആർട്സ് മൈനസ് സ്പോർട്സ്. ആർട്സ് നിന്ന് സ്പോർട്സിലുള്ള ആൾക്കാരെ ഒഴിവാക്കണം. അതാണ് ആർട്സ് മൈനസ് സ്പോർട്സിന്റെ മീനിങ് കേട്ടോ. ആർട്സിൽ നിന്ന് സ്പോർട്സിലുള്ളവരെ ഒഴിവാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആർട്സ് എടുക്കാം. ഇതാണല്ലോ ആർട്സ്. ആർട്സിൽ അഭിജിത്തും ഉണ്ട്, അനു ഉണ്ട്. ഇതിൽ നിന്ന് സ്പോർട്സിലുള്ള ആളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ആരെ ഒഴിവാക്കണം? ആരൊഴിവാക്കണം? സ്പോർട്സിലുള്ള ആൾ അനു അല്ലേ. അനുവിന് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അനുവിന് ഒഴിവാക്കിയാൽ ബാക്കി ഇവിടെ ആരേ ഉണ്ടാവുള്ളൂ? അഭിജിത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും ആർട്സ് മൈനസ് സ്പോർട്സ് വരിക? അതിലെന്തോ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? അഭിജിത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അഭിജിത്തിന്റെ ക്ലാസ് H1 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ടേബിൾ ആക്കിയിട്ട് അങ്ങ് വരച്ചു കൊടുത്തേക്ക്. അങ്ങനെ എന്നാലേ നമുക്ക് കറക്റ്റ് മാർക്ക് കിട്ടുള്ളൂ. ടേബിൾ ആക്കി വരക്കാൻ വേണ്ടി ഇവർ തന്ന പോലെ അങ്ങ് വരക്കുക. നിങ്ങൾ കുറച്ചും കൂടെ സ്കെയിലും പെൻസിലൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് വരച്ചാൽ സെറ്റ് ആയിരിക്കും. നെയിം, അതുപോലെ തന്നെ ക്ലാസ്, ഈ 2 കാര്യങ്ങൾ മാത്രം. അതിൽ ആരാ ഉണ്ടാവുക? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെയാണ്, അഭിജിത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? ഇതാണ് ആർട്സ് മൈനസ് സ്പോർട്സ്. ഓക്കെ, ഒരുപക്ഷെ അവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആർട്സ് യൂണിയൻ സ്പോർട്സ് ഒക്കെ അല്ലെ. ആർട്സ് യൂണിയൻ സ്പോർട്സ് പറഞ്ഞാൽ ആരൊക്കെ വരണം? ആർട്സ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വരണം കേട്ടോ. ഒന്നുകിൽ ആർട്സിലോ അല്ലെങ്കിൽ സ്പോർട്സിലോ ഉള്ള എല്ലാവരും വരണം. ആർട്സ് യൂണിയൻ സ്പോർട്സ് എങ്ങനെ വരും? അതൊന്ന് വരച്ചേ. ആർട്സ് യൂണിയൻ സ്പോർട്സ് ആണ് അഥവാ ഇവർ ചോദിച്ചെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ വരക്കുക? ആർട്സ് യൂണിയൻ സ്പോർട്സ് എന്ന് പറയുമ്പോൾ ആദ്യം ആർട്സിലുള്ള പോലെ കൊടുത്തോ. ആർട്സിലുള്ളത് ആരൊക്കെയാ? അഭിജിത്ത്. ഓക്കെ, ആദ്യം ആർട്സിലുള്ള ആൾക്കാരെ എല്ലാം വരണം. അഭിജിത്തിന്റെ ക്ലാസ് H1. പിന്നെ അനുവിന്റെ ക്ലാസ് അഭിജിത്ത് H1, അനുവിന്റെ ക്ലാസ് S2. പിന്നെ ആരാ? അനു ഓൾറെഡി കൊടുത്തല്ലോ അല്ലെ. ആദ്യം ഇത് കഴിഞ്ഞ്. ഓക്കെ, ആർട്സ് യൂണിയൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ആർട്സ് യൂണിയൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ആർട്സ് പിന്നെ സ്പോർട്സ്. ഓക്കെ, ആ രീതിയിൽ ആർട്സിലുള്ള അഭിജിത്തും അനുവും വന്ന് ഇനിയിപ്പം വീണ്ടും ഇനി നമ്മൾ സ്പോർട്സിലുള്ളവരെ ആഡ് ചെയ്യണം അല്ലെ. അതിൽ അനുവിന് ഓൾറെഡി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അനുവിനെ വീണ്ടും ആഡ് ചെയ്യണ്ട. ഓക്കെ, അതുകൊണ്ട് അർഷാദിനെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അർഷാദും കൂടെ വരും. ഓക്കെ, അർഷാദിന്റെ ക്ലാസ് H2 കേട്ടോ. ഇതാണ് എന്ത് വരിക? ആർട്സ് യൂണിയൻ സ്പോർട്സ് അഥവാ ഇവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ വരിക. ഇതൊരു ടേബിൾ ആവണം. അപ്പൊ നമ്മൾ ഒരു ഹെഡിങ്ങും കൂടെ കൊടുക്കുകയാണ്, നെയിം, അതുപോലെ തന്നെ ക്ലാസ് കേട്ടോ. സെറ്റ് അല്ലേ? ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് സാധാരണ വരാറുള്ളത്. ലിസ്റ്റ് എനി ഫോർ അഗ്രഗേറ്റ് ഫംഗ്ഷൻസ്. ശ്രദ്ധിക്കുക, ഇത് ലിസ്റ്റ് ചെയ്യാനാണ് ചോദ്യം. 2 മാർക്കിൻ്റെതാണ് ചോദ്യം. അപ്പോൾ ഇതിന് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി. കാരണം ചിലപ്പോൾ അവർ എന്ത് ചെയ്യും, ഒരു പക്ഷേ അടുത്ത പരീക്ഷയ്ക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കും. ഇതിലേതെങ്കിലും 4 സമ്മ്, AVG, നമുക്കറിയാം ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ യൂസ്. ഇതിലേതെങ്കിലും 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. എക്സ്പാൻഡ് DDL ആൻഡ് DML. DDL എന്ന് പറഞ്ഞാൽ എന്താണ്? DML എന്താണ്? അതിൽ ഓരോന്നിലും വരുന്ന ഏതെങ്കിലും 2 കമാൻഡ്സ് എഴുതാനും പറയുന്നുണ്ട്. DDL എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, SQL 3 കമ്പോണൻസ് ഉണ്ട്, DDL, DML, പിന്നെ DCL ഉണ്ട്. അപ്പോൾ DDL ന്റെ ഫുൾ ഫോം ആണ് ഇവർ ചോദിച്ചത്, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്.
DML ഫുൾ ഫോം ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇതിൽ വരുന്ന കമാൻഡ് ക്രിയേറ്റും ആൾട്ടറും ആണ്. DML വരുന്ന രണ്ട് കമാൻഡ്സ് പറയുകയാണെങ്കിൽ ഇൻസേർട്ടും അപ്ഡേറ്റും ആണ് അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് ആൻസർ എഴുതേണ്ടത്. SMS പറ്റിയിട്ട് നോട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. SMS പറ്റി എങ്ങനെയാണ് എഴുതുക? അതായത് SMS ഫുൾ ഫോം ആദ്യം എഴുതുക. ഷോർട്ട് മെസ്സേജ് സർവീസ് ആണ്. അതായത് നമുക്ക് ഷോർട്ട് മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. 160 ക്യാരക്ടേഴ്സ് ഒക്കെയാണ് മാക്സിമം ഒരു SMS ഒരു ലെങ്ത് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് എഴുതിയാൽ മതി. മാക്സിമം ഒരു 2 പോയിന്റ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ. ഇനി നമ്മൾ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവാണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കുറച്ചും കൂടെ ഇവിടെ എക്സ്പ്ലനേഷൻസ് ആവശ്യമുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ചോദ്യം അങ്ങനെ തന്നെയാണ്. 3 ജമ്പ് സ്റ്റേറ്റ്മെന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആൻസേഴ്സ് എങ്ങനെ എഴുതുന്നു എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ആൻസർ അറിയായിരിക്കും, പക്ഷെ അത് എഴുതാൻ അറിയാത്തതുകൊണ്ട് പലർക്കും എന്ത് ചെയ്യാറുണ്ട്, മാർക്ക് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഓക്കെ. എക്സ്പ്ലെയിൻ എനി 3 ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ 4 എണ്ണം പഠിക്കുന്നത്. അതിൽ ഓരോ ഏതെങ്കിലും 3 എണ്ണത്തിന്റെ യൂസ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ഇതിൽ ഏതെങ്കിലും 3 എണ്ണത്തിന്റെ യൂസ് ചെയ്താൽ ഗോ ടു. അതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ലാബിലേക്ക് പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാനാണ്. ബ്രേക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രോഗ്രാം കൺട്രോൾ ലൂപ്പെന്നോ അല്ലെങ്കിൽ സ്വിച്ചെന്നോ ഔട്ട്സൈഡ് വരാൻ വേണ്ടിയിട്ടാണ്. കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ തൽക്കാലത്തെ ഐട്രേഷൻ സ്കിപ്പ് ചെയ്തിട്ട് നേരെ നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോളിംഗ് പ്രോഗ്രാമിൽ നിന്ന് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അവയിൽ ഏതെങ്കിലും 3 എണ്ണമാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ ഫൈനൽ എക്സാമിനും അറേ എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ആൻ അറേ? അറേ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് എലമെന്റ്സ് ആണ്. അത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ അടുത്തടുത്തുള്ള അല്ലെ കണ്ടിന്യൂസ് മെമ്മറിയിലായിരിക്കും ഉണ്ടാവുക. കമ്പ്യൂട്ടർ മെമ്മറിയിൽ അടുത്തടുത്ത ലൊക്കേഷനിലായിരിക്കും ഉണ്ടാവുക. ഒരു കോമൺ നെയിമിലായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ ഇവിടെ എഴുതി വെക്കുക. ഇൻഡ് എക്സ് എന്ന് പറയുന്ന പേരിലുള്ള ഒരു അറേ, ഇൻഡ് എക്സ് ഓഫ് 5 എഴുതിയാൽ ഒരു ഇംപ്രഷനായി. ഓക്കെ. എല്ലാവരും അറേന്റെ ഡെഫിനിഷൻ മാത്രമേ എഴുതുള്ളൂ. പക്ഷെ ഒരു കുട്ടി മാത്രം ഒരു എക്സാമ്പിളും കൂടെ എഴുതി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് യെസ് ഈ കുട്ടി കൊള്ളാലോ എന്നുള്ളൊരു തോട്ട്. കാരണം നമ്മളെ കാണുന്നില്ലല്ലോ, നമ്മളെ പേപ്പറിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ, നമ്മൾ പേപ്പർ നോക്കുന്ന ആള്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഡിക്ലറേഷൻ ഇൻഡ് മാർക്ക് ഓഫ് 100 മീൻ? ഇങ്ങനെ ഒരു ഡിക്ലറേഷന്റെ മീനിങ് എന്താണെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അല്ലേ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതേണ്ട ഒരു പോയിന്റ് ആണ് ഈ കാണുന്നത്. അതായത് മാർക്ക് എന്ന് പറയുന്നത് ഒരു അറയാണ് ഓഫ് സൈസ് 100 സൈസ് വരുന്ന ഒരു അറയാണ്. അതിൽ നമുക്ക് ഇൻറ്റീജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഒരു ഡിക്ലറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ എക്സ്ട്രാ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഹാസ് ഇൻഡെക്സ് ഫ്രം 0 to 99. കാരണം അറേന്റെ സൈസ് എത്രയാണ് തന്നെ? അറേന്റെ സൈസ് നമുക്ക് തന്നത് 100 ആണല്ലോ. അറേന്റെ സൈസ് 100 ആണെങ്കിൽ ഇൻഡെക്സ് 0 മുതൽ 99 വരെ ഉണ്ടാവും. നമുക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പൊ അതും കൂടെ നമുക്ക് ചാമ്പി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് ചാമ്പാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറേക്ക് 400 ബൈറ്റ് മെമ്മറിയാണ് കൺസ്യൂം ചെയ്യുന്നത് പറഞ്ഞൂടെ. കാരണം നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു ലൊക്കേഷന് അല്ലെ, ഇൻറ്റീജറിന്റെ ഒരു ലൊക്കേഷന്, ഒരു ഇൻറ്റീജർ ലൊക്കേഷന്റെ 4 ബൈറ്റ് അല്ലേ, 4 ബൈറ്റ് അല്ലേ, 4 ബൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ 100 ലൊക്കേഷൻസ് അല്ലേ ഉള്ളത്. അപ്പൊ 100 ഇൻറ്റീജർ ലൊക്കേഷൻ ആവുമ്പോൾ അതിന് എത്ര ബൈറ്റ് മെമ്മറി ഉണ്ടാവും? 100 × 4 എത്രയാ? 400 ബൈറ്റ് മെമ്മറി ഉണ്ടാവും. അപ്പൊ അതും കൂടെ നമുക്ക് പറയാൻ പറ്റും, ഈ അറേക്ക് 400 ബൈറ്റ് മെമ്മറി കൺസ്യൂം ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റുന്നത്. ഇതൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് സ്ഥിരം റിപ്പീറ്റ് അടിച്ച് വരുന്ന ടൈപ്പ് സാധനമാണ്. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്? മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കൊരു വലിയ പ്രോബ്ലം സോൾവ് ചെയ്യണം. അതിനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സബ് പ്രോബ്ലംസ് ആക്കി മാറ്റിയിട്ട് ആ സബ് പ്രോഗ്രാംസ് സെപ്പറേറ്റ് പ്രോഗ്രാമുകൾ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്തിട്ട് മെയിൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് എത്തുന്നതിനെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഒന്ന്, അങ്ങനെ ചെയ്യുമ്പോൾ സൈസ് കുറയും, എറർ ഉണ്ടാവാനുള്ള ചാൻസ് കുറയും, പ്രോഗ്രാമിന്റെ കോംപ്ലക്സിറ്റി കുറയും, അതുപോലെ തന്നെ റീയൂസബിലിറ്റി കൂടും. ഒരു ഭാഗത്തുള്ള സൊല്യൂഷൻ വേറെ ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗിന്റെ അഡ്വാൻറ്റേജ്. യെസ്, മറ്റൊരു നല്ലൊരു കൺസെപ്ച്വൽ അല്ലെങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഹെഡർ ഫയൽസിനെ പറ്റിയിട്ട് അല്ലെ. കുറെ ഫംഗ്ഷൻസ് വന്നിട്ട് ഹെഡർ ഫയൽ strlen നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലെ. ഇത് സ്ട്രിംഗ് ഫംഗ്ഷൻസിൽ വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഹെഡർ ഫയൽ ഏതായിരുന്നു? യെസ്, സി സ്ട്രിംഗ് എന്ന് പറയുന്നതായിരുന്നു. ഗെറ്റ് ക്യാറും പുട്ട് ക്യാറും ഗെറ്റസും പുട്ടസും ഒക്കെ കൺസോൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന കാറ്റഗറി അല്ലേ. കൺസോൾ ഫംഗ്ഷന്റെ ഹെഡർ ഫയൽ ഏതായിരുന്നു? കൺസോൾ ഫംഗ്ഷന്റെ ഹെഡർ ഫയൽ. കൺസോൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കൺസോൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന കാറ്റഗറി ആയിട്ട് പഠിച്ചിട്ടില്ലേ.
അപ്പോൾ ഇതിൻ്റെ ഹെഡർ ഫയലാണ് CSTDIO കേട്ടോ. കൺസോൾ ഫംഗ്ഷൻ്റെ ഹെഡർ ഫയൽ CSTDIO. ഈസ് ഡിജിറ്റ് ഏത് കാറ്റഗറിയാ? ക്യാരക്ടർ ഫംഗ്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയാ. ഈസ് ഡിജിറ്റ്, പിന്നെ ഈസ് അപ്പർ, ഈസ് ലോവർ, ടു അപ്പർ എന്നുള്ള പറഞ്ഞ കുറേ ഫംഗ്ഷൻസ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഹെഡർ ഫയൽ ഏതാണ്? CC ടൈപ്പ്. ഹെഡർ ഫയൽ ചോദിക്കൂട്ടോ പരീക്ഷയ്ക്ക്. നിങ്ങളെ പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ എങ്കിലും ഹെഡർ ഫയൽ ചോദിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. 3 മാർക്കാണ് ഹെഡർ ഫയൽ പഠിച്ചുകൊണ്ട് കിട്ടിയത്. അപ്പോൾ ഓരോ കാറ്റഗറീൻ്റെയും ഫംഗ്ഷൻസ് പഠിക്കുക. സ്ട്രിംഗ് ഫംഗ്ഷൻസിന്റെ ഹെഡർ ഫയൽ ചോദിച്ചാൽ അത് C സ്ട്രിംഗ് ആണ്. കൺസോളിന്റെ ചോദിച്ചാൽ CSTDIO ആണ്. ക്യാരക്ടറിന്റെ ചോദിച്ചാൽ CC ടൈപ്പ് ആണ്. മാത്തമാറ്റിക്കൽ ചോദിക്കും. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഇല്ലേ, SQR, TPOW അല്ലെ, അതിന്റെ ഒക്കെ ഹെഡർ ഫയൽ ഏതാണെന്ന് ചോദിച്ചാൽ C മാത്ത് ആണ്. C മാത്ത്. അത് പിന്നെ ഓർക്കാൻ എളുപ്പമാണ്. C മാത്ത് ആണ്. ഓക്കെ, C മാത്ത്. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഹെഡർ ഫയൽസ് എന്ത് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്, സ്ട്രീം ഫംഗ്ഷൻസ് എന്ന് പറയുന്ന കാറ്റഗറി അല്ലെ. ഗെറ്റസ് എന്നെല്ലാം, ഗെറ്റസ് അല്ല, അത് നമുക്ക് സ്ട്രീം ഫംഗ്ഷൻസ് വരുന്നില്ലേ, IO സ്ട്രീം ഹെഡർ ഫയലിൽ വരുന്ന, IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയൽ വരുന്ന സ്ട്രീം ഫംഗ്ഷൻസ് ഇല്ലേ. യെസ്, സ്ട്രീം ഫംഗ്ഷൻസിൽ ഏതൊക്കെയായിരുന്നു വരുന്നത്? സീൻ ഡോട്ട് ഗെറ്റ് ലൈന്, പിന്നെ പുട്ട്, റൈറ്റ് എന്നെല്ലാം പറഞ്ഞ ഫംഗ്ഷൻസ് വരുന്ന സംഭവമില്ലേ. ആ ഒരു ഇത് സ്ട്രീം ഫംഗ്ഷൻസിന്റെ ഹെഡർ ഫയൽ ഏതാ? IO സ്ട്രീം. അപ്പോൾ ഇങ്ങനെ ഹെഡർ ഫയൽസ് എന്ത് ചെയ്ത് വെക്കുക, കറക്റ്റ് ആയിട്ട് പഠിച്ചു. പിന്നെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന്റെ സെർവർ സൈഡിന്റെ സ്ക്രിപ്റ്റിങ്ങിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ അതിൽ നമുക്കറിയാം, ക്ലയന്റിന്റെ ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റിനെയാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയാം. സെർവർ സൈഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. സാധാരണ ഇത് ഉപയോഗിക്കുന്നത് ക്ലയന്റ് സൈഡിൽ എന്തെങ്കിലും വാലിഡേഷൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, ഫോം ഒക്കെ കറക്റ്റായി ഫില്ല് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ സെർവർ സൈഡ് ഉപയോഗിക്കുന്ന ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് യൂസേഴ്സിന് ബ്ലോക്ക് ചെയ്യുക. ഇതങ്ങനെ യൂസേഴ്സിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. ഇതൊരിക്കലും ബ്രൗസർ ഡിപ്പെൻഡന്റ് അല്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും 3 പോയിന്റ്സ് എങ്കിലും എഴുതാം. ഇങ്ങനെ ടേബിൾ ആയിട്ട് തന്നെ എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് ആൻസർ നോക്കുന്ന ആൾക്കും ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, 3 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എഴുതണം. 4 എണ്ണം കൊടുത്തിട്ടുണ്ട്, 3 പോയിന്റ്സ് എങ്കിലും എഴുതണം. അടുത്ത ചോദ്യം ഇതായിരുന്നു. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ടൈപ്പ് സാധനമായിരുന്നു. ഹെഡിങ് ടാഗ്സിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിച്ചത്. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ 6 ലെവൽസ് ഓഫ് ഹെഡിങ് ആണ് HTML പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയാം. H1 മുതൽ H6 വരെ. ഇതിൽ നമുക്ക് പറയാം, H1ൽ വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കുക. ഇതാണ് ബിഗ്ഗസ്റ്റ് ലെവൽ ഓഫ് ഹെഡിങ് അല്ലെ. ഇങ്ങോട്ട് വരുമ്പോൾ ഹെഡിങ്ങിന്റെ വലിപ്പം കുറഞ്ഞു വരും. അപ്പോൾ ഏറ്റവും എന്താ പറയുക, ബിഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് H6ൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഏറ്റവും സ്മോളസ്റ്റ് ലെവൽ ഹെഡിങ് തരുന്നത് ഏതാണ്? H6 ആണെന്ന് പറയാം. ഇതിലൊന്നും പിന്നെ കാര്യമായിട്ട് H1, H2, H3 കാര്യമായിട്ട് എക്സ്പ്ലനേഷൻ എഴുതാനില്ലാത്തതുകൊണ്ട് തന്നെ, ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ കൊടുത്തേക്കാം. ജസ്റ്റ് ബോഡിയിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3, ഹെഡിങ് 4 അല്ലെ. H1ന്റെ ഉള്ളിൽ ഹെഡിങ് 1 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. ഹെഡിങ് 1 കുറച്ച് വലുപ്പത്തിൽ വരും. പിന്നെ അത് കുറച്ച് അല്ലെ, ഹെഡിങ് 2 H2ന്റെ ഉള്ളിൽ കൊടുത്താൽ അതിങ്ങനെ വരും. ഹെഡിങ് 3 എന്ന് പറയുന്ന H3ന്റെ ഉള്ളിൽ കൊടുത്താൽ ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്ന രീതിയിൽ ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചാൽ ഇത് അടിപൊളിയായിരിക്കും. കാരണം നിങ്ങൾക്ക് കാര്യമായിട്ട് H2ന്റെ H3ന്റെ ഒന്നും ഉള്ളിൽ കാര്യമായിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും എഴുതാനില്ല. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ വേണമെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് അലൈൻ ടാഗിന്റെ കാര്യമാണ്. ഇവിടെ ഹെഡിങ് ടാഗിന്റെ കൂടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് അലൈൻ ടാഗ്. അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ജസ്റ്റ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെഡിങ് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ആയിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കൊടുക്കാൻ പറ്റും. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിന്റെ ഔട്ട്പുട്ടാണ് ചോദിച്ചത്. ജാവാസ്ക്രിപ്റ്റിൽ എക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ് അല്ലെ. ഡബിൾ കോട്ട്സ് കൊടുത്ത സ്ട്രിംഗ് ആണല്ലോ. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ട്രിംഗ് ആണ്. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, J0ലാണ്. ഇത് സ്ട്രിംഗ് അല്ലേ. അപ്പൊ J0 ഇൻഡെക്സിലാണ് ഉണ്ടാവുക. ഇത് 1ലാണ്, V2ലാണ്, ആൻഡ് A3ലാണ്, S4ലാണ് അല്ലെ. ആ രീതിയിലൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കണം അല്ലെ. ഇവർ ചോദിച്ചത് എന്താ, വൈയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? x.4 ആണ്. ക്യാരറ്റ് 0 എന്ന് കൊടുത്താൽ J ആണ് അല്ലെ. 1ൽ A ആണ്. ഫോർത്ത് പൊസിഷനിൽ എന്താ ഉള്ളത്? S അല്ലേ. അപ്പൊ ക്യാരറ്റ് 4 എന്ന് പറയുമ്പോൾ ഫോർത്ത് പൊസിഷനിൽ S ആണ് അല്ലെ. x.4 ഫോർത്ത് പൊസിഷനിൽ S ആണ്. എക്സിന്റെ ക്യാരറ്റ് 4 എന്ന് പറഞ്ഞാൽ എക്സിന്റെ ക്യാരറ്റ് 4 എന്ന് പറഞ്ഞാൽ ഏതാ ക്യാരക്ടർ ഇട്ട? S ആണ്. S എടുത്തിട്ട് നേരെ എങ്ങോട്ടാ സ്റ്റോർ ചെയ്യുന്നത്? വൈയിലേക്ക്. അലേർട്ട് വൈ എന്ന് കൊടുത്താൽ വൈ എന്ത് ചെയ്യും? അലേർട്ട് ബോക്സിൽ കാണിക്കും. അലേർട്ട് ബോക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഓക്കെ എല്ലാം വരുന്ന ബട്ടനൊക്കെ വരുന്ന ഒരു ബോക്സ് അല്ലെ. അതിലിട്ടിട്ട് ഇങ്ങനെ കാണിക്കും. എന്താ കാണിക്കുക? എസിന്റെ വാല്യൂ. അപ്പൊ S ഇങ്ങനെ അലേർട്ട് ചെയ്ത് കാണിക്കും. അപ്പൊ നിങ്ങൾ എന്താ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ S എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ അലേർട്ട് ബോക്സിലൊന്നും വരക്കണം എന്നില്ല. ജസ്റ്റ് S ആണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മതി. ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരാം? ഈസ് നാൻ ഓഫ് 13
ഇതിന്റെ വാല്യൂ എന്താന്ന് എഴുതിയാൽ മതി. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്താന്ന് എഴുതിയാൽ മതി. ഈ സ്റ്റാൻ അല്ലെ, ഈ സ്റ്റാൻ എന്ന് പറഞ്ഞാൽ നോട്ട് എ നമ്പർ ആണോ ചെക്ക് ചെയ്യാനല്ലേ. ഇത് നമ്പർ അല്ലേ, 30 എന്ന് പറഞ്ഞാൽ നമ്പർ അല്ലേ, നമ്പർ ആണ്. നമ്പർ ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും, എന്തായിരിക്കും? നമ്പർ ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. കാരണം നോട്ട് എ നമ്പർ ആവണം, നമ്പർ ആവരുത്, നമ്പർ ആവരുത് എന്നാലേ ട്രൂ ആവുള്ളൂ. നോട്ട് എ നമ്പർ ആവണം എന്നാലേ ട്രൂ ആവുള്ളൂ. ഇത് നമ്പർ അല്ലേ, നമ്പർ ആണ് ഫാൾസ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും സാറേ ഡബിൾ കോഡ്സിൽ ഇട്ടാൽ ജാവാസ്ക്രിപ്റ്റിൽ എന്തായാലും അത് സ്ട്രിങ് ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുക. അതൊക്കെ ശരിയാണ്. ഇത് സ്ട്രിങ് ആയിട്ടൊക്കെ ആ രീതിയിൽ നിങ്ങൾ നോക്കണ്ട. ഈസ്നാൻ ഫംഗ്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈസ്നാൻ ഫംഗ്ഷൻ ഡബിൾ കോഡ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കൂല, അതിൻ്റെ ഉള്ളിൽ നമ്പർ ആണോ അല്ലയോ എന്ന് മാത്രമേ നോക്കൂ. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഡബിൾ കോഡ്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സ്ട്രിങ് അല്ലേ, അപ്പൊ നോട്ട് എ നമ്പർ ആവുമ്പോൾ അത് ട്രൂ ആയിട്ട് വരും. അല്ല, അങ്ങനെയല്ല. അതായത് ഡബിൾ കോഡ്സ് ഉണ്ടോ നോക്കൂല, ജസ്റ്റ് സ്ട്രിങ് ആണോ, ജസ്റ്റ് നമ്പർ ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യൂ. അടുത്തത് അഗെയിൻ എക്സ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. എക്സിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. എക്സ് ഡോട്ട് ലെങ്ത് എടുത്തിട്ട് എന്നിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയാണ് വരിക? ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ ലെങ്ത് 10 ആണ്. അത് എന്നിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ അലേർട്ട് എൻ എന്ന് പറയുമ്പോൾ അഗെയിൻ ഇത് അലേർട്ട് ബോക്സ്. അലേർട്ട് ബോക്സ് എന്ന് പറയുമ്പോൾ ഓക്കെ ബട്ടണിലുള്ള അലേർട്ട് ബോക്സിൽ എന്നിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. എൻ എന്താണ്? 10 ആണ് ഡിസ്പ്ലേ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരക്കണം എന്നില്ല, ജസ്റ്റ് ഔട്ട്പുട്ട് എന്താന്ന് ചോദിക്കുമ്പോൾ 10 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, 1 1 1 എന്ന് പറയുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പിന്നെ ഇതൊരു ഡയറക്റ്റ് ആൻഡ് ഈസി ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ് ലിസ്റ്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മളെ ഹോസ്റ്റിങ്ങിന്റെ ടൈപ്സ് വരുന്നത്. ഷെയർഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ സിംഗിൾ സെർവറിൽ ഹോസ്റ്റ് ചെയ്യും. ഡെഡിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സെർവറിൽ ഒരു വെബ്സൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതൽ വിസിറ്റേഴ്സ് വേണ്ട വെബ്സൈറ്റിനാണ് ഇത് സ്യൂട്ടബിൾ ആവുക. PPS എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ കോമ്പിനേഷൻ ആണ്. ഫിസിക്കൽ സെർവർ ആദ്യം നമ്മൾ വിർച്വലി കുറേ സെർവേഴ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യും. എന്നിട്ട് ഓരോ സെർവറിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹോസ്റ്റിംഗ് നടത്തുന്നതിനാണ് VPS ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ, കോളം കൺസ്ട്രെയിൻസ് ഏതൊക്കെയായിരുന്നു? യെസ്, ഏതെങ്കിലും 3 ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കോളം കൺസ്ട്രെയിൻസ് ഉണ്ട്, ഏതെങ്കിലും 3 എഴുതി വെക്കുക. നോട്ട് നൾ എന്ന് പറഞ്ഞാൽ അല്ല, ഇങ്ങനെ കോളംസിന് കൊടുക്കുന്ന റെസ്ട്രിക്ഷൻസ് ആണ് കോളം കൺസ്ട്രെയിൻസ്. നോട്ട് നൾ എന്ന് പറഞ്ഞാൽ നള്ളാവാൻ പാടില്ല. ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സീരിയൽ നമ്പേഴ്സ് അസൈൻ ചെയ്യും അഥവാ വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ. യുണീക്ക് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല, സെയിം വാല്യൂ വരാൻ പാടില്ല എന്നുള്ളതാണ്. പ്രൈമറി കീ എന്ന് പറയുമ്പോൾ അത് പ്രൈമറി കീ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡീഫോൾട്ട് എന്ന് പറയുമ്പോൾ ഡീഫോൾട്ട് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ്. ERP എന്താണ്? ERPന്റെ ഫുൾ ഫോം എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ആണ്. അതിന്റെ ജസ്റ്റ് അതിന്റെ എന്താ പറയാ, അതിന്റെ ബെനിഫിറ്റ്സ്. ഓക്കെ, ജസ്റ്റ് ബെനിഫിറ്റ്സ് ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബെറ്റർ ആക്കാൻ പറ്റും, ആക്യുറേറ്റ് ഇൻഫർമേഷൻ കിട്ടും. അതിന്റെ ചെറിയ എക്സ്പ്ലനേഷനും കൂടെ കൊടുത്താൽ അടിപൊളിയാവും. ഓക്കെ, പിന്നെ നമുക്ക് സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഐഡന്റിറ്റി തെഫ്റ്റ് ഉണ്ട്, ഹറാസ്മെന്റ് ഉണ്ട്, ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ് ഉണ്ട്, വയലേഷൻ ഉണ്ട്, ഡിസമിനേഷൻ ഓഫ് ഓബ്ജക്ട്സ് മെറ്റീരിയൽ. അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഏതെങ്കിലും 3 എടുത്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാം. ഓക്കെ, ഇനിയിപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇതൊരു മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ ഫൈനൽ എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ലൂപ്പിംഗ് കമ്പോണൻസ് ഏതൊക്കെയാ? ഒരു ലൂപ്പിനുള്ള 4 കമ്പോണൻസ് ആണ്. ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ, ലൂപ്പ് കൂടി അല്ലേ. ആൻഡ് ഈ ലൂപ്പിന് ആ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഈ ലൂപ്പിന് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ഈ കാര്യങ്ങളായിരിക്കും എന്ത് ഇനീഷ്യലൈസേഷൻ ആയിട്ട് വരിക. ഇതാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ. സ്റ്റാർട്ടിങ്ങിൽ എന്താക്കി? 20 ആക്കി, സം 0 ആക്കി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ലൂപ്പിന്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇത് ഡു വൈൽ ലൂപ്പ് ആയതുകൊണ്ട് വൈല് അല്ലെ, ബോഡി വർക്ക് ചെയ്തിട്ടല്ലേ കണ്ടീഷൻ നോക്കുക. അപ്പൊ ഈ ഒരു സാധനമാണ് ഈ ഒരു ലൂപ്പിന്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെ. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനീഷ്യലൈസേഷൻ ഇതാണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ ഇതാണ്, വൈലൊന്നും എഴുതണമെന്നില്ല. A< 20 ഇതാണ് ഇതിന്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇതിന്റെ ബോഡിയിൽ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ഇതിന്റെ ബോഡിയിൽ ചെയ്യുന്ന കാര്യം ഇതാണ്. സം പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഈ കൊടുത്ത സാധനം ഉണ്ടല്ലോ, ഇതാണ് ഈ ഡു വൈൽ ലൂപ്പിന്റെ ബോഡി അല്ലെ. ഈ A=A+5 എന്താണ്? അപ്ഡേഷൻ ആണ്. A=A+5 എന്താണ്? അപ്ഡേഷൻ ആണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കുക, എ വെച്ചിട്ടല്ലേ ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. എ ആണ് ലൂപ്പ് കൺട്രോൾ വാരിയബിൾ. എ 20 ആക്കി, എയിലേക്ക് സമ്മ് കൂട്ടിയിട്ടു, എ അപ്ഡേറ്റ് ചെയ്തു, A< 40. എനെ വെച്ചിട്ടാണ് ടെസ്റ്റ് നടന്നത്. അപ്പൊ എല്ലാം ചെയ്യുന്ന എനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ എനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്ഡേഷൻ പാർട്ട്. ഓക്കെ, അപ്പൊ അതാണ് അപ്ഡേഷൻ. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്താണെന്ന് അറിയാലോ. കണ്ടീഷൻ ലാസ്റ്റ് ഭാഗത്തൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. ലൂപ്പ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും അല്ലെ. ഈവൺ ഇഫ് കണ്ടീഷൻ തെറ്റാണോ ഒന്നും നോക്കാതെ ലൂപ്പ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയുള്ള ലൂപ്പിനെയാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത ചോദ്യം ടൈപ്സ് ഓഫ് ലിസ്റ്റ് വിത്ത് അപ്രോപ്രിയേറ്റ് ടാഗ്സ് ആണ്. നമുക്കറിയാം 3 ടൈപ്പ് ഉണ്ട്: ഓർഡേർഡ്, അൺഓർഡേർഡ്, ഓർഡേർഡ് ഡെഫിനിഷൻ. ഓക്കെ, ഇത് നന്നായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ എഴുതിയാൽ നല്ലതാണ്. അൺഓർഡർ ലിസ്റ്റ് ബുള്ളറ്റഡ് ലിസ്റ്റ് ആണ്. ഇത് ഉണ്ടാക്കാൻ UL
ടാഗാണ് ഉപയോഗിക്കുന്നത്, ഐറ്റംസ് കൊടുക്കാൻ LI ടാഗാണ് ഉപയോഗിക്കുന്നത് എഴുതുക. എന്നിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇത് എഴുതുക. പിന്നെ ഓർഡേർഡ് ലിസ്റ്റ് ആകുമ്പോൾ ന്യൂമറിക്കൽ ഓർഡറിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുന്നതാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു OL ടാഗാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഐറ്റംസ് കൊടുക്കാൻ LI ആണെന്ന് എഴുതുക. അതിന് ശേഷം നമുക്ക് അതിനൊരു എക്സാമ്പിൾ വരക്കാം. അതുപോലെ തന്നെ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോരോ ലിസ്റ്റ് ഓഫ് ടേംസും അതിൻ്റെ ഡെഫിനിഷൻസും വരുന്ന ലിസ്റ്റാണ്. അതിൽ 3 ടാഗുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് DL ടാഗ് ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ടാക്കാൻ, DT ടേം കൊടുക്കാൻ, DD ഡെഫിനിഷൻ കൊടുക്കാൻ, അതിന് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ആൻസർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ. ആൻഡ് അടുത്തൊരു ചോദ്യം കൂടെ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യനിൽ. 4 വാല്യൂസ് ഓഫ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ഇൻപുട്ട് ടാഗിന്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ 4 വാല്യൂസ് എന്തൊക്കെയാ? ഒന്ന് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുത്താലല്ലേ ഇതുപോലത്തെ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവുക. ആൻഡ് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് കൊടുത്താലല്ലേ ഇങ്ങനത്തെ പാസ്വേഡ് ബോക്സ് ഉണ്ടാവുക. പിന്നെ ഇത് ചെക്ക് ബോക്സ് ഉണ്ട് അല്ലേ, ഇങ്ങനത്തെ ചെക്ക് ബോക്സുകൾ ഉണ്ടാക്കാൻ റേഡിയോ, റീസെറ്റ്, സബ്മിറ്റ് ഇതൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചോദ്യം 4 വാല്യൂസ് ലിസ്റ്റ് ചെയ്യാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഈ എക്സ്പ്ലനേഷൻ ആവശ്യമേ ഇല്ല കേട്ടോ. ഈ ഇവിടെ കാണുന്ന എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാനേ എന്ത് ചെയ്തിട്ടുള്ളൂ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ 4 വാല്യൂസ് എന്നുള്ള രീതിയിൽ ഇതിലേതെങ്കിലും 4 വാല്യൂസ് ഏതാണെന്ന് ജസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഒന്നുകിൽ ടെക്സ്റ്റ്, പാസ്വേഡ്, ചെക്ക് ബോക്സ്, റേഡിയോ, ഇതിലേതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. കാരണം ഇവിടെ ലിസ്റ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. എക്സ്പാൻഡ് DBMS. DBMSന്റെ ഫുൾ ഫോം ആണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇതിന്റെ കോമ്പണൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ അഡ്വാൻറ്റേജസ് ആണ് പഠിക്കുക, പക്ഷേ ഇതിവിടെ കോമ്പണൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ യൂസേഴ്സ്, പ്രൊസീജിയേഴ്സ്. അതിന്റെ എക്സ്പ്ലനേഷൻ വേണം, എക്സ്പ്ലെയിൻ. അപ്പോൾ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ എത്തിയിട്ടുണ്ട്, ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയായിരുന്നു മക്കളെ നമ്മൾ ഈ ഒരു മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഫൈനൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണ്ടതെന്നുള്ള എന്തെങ്കിലും റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി നിങ്ങളെ പോലെയുള്ള സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്ലേലിസ്റ്റ് എൻ്റെ ചാനലിൽ ഉണ്ട്. അതായത് A+ സീരീസ് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ എന്താണ് നല്ല കമന്റ്സ് പറഞ്ഞ, എക്സാമിന് വളരെ യൂസ്ഫുൾ ആയി, A+ തന്നെ കിട്ടും എന്നുള്ള ഒരുപാട് കമന്റുകളൊക്കെ പറഞ്ഞ, നിങ്ങൾ ഇപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ വരെ നിങ്ങൾക്ക് A+ കിട്ടാൻ സഹായിക്കുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് വെച്ച് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് A+ കിട്ടും. കാരണം ജസ്റ്റ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് ഏതൊരു ബിഗിനർ ലെവൽ സ്റ്റുഡൻസിനും മനസ്സിലാവുന്ന രീതിയിലാണ് അത് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.